മഹാഭാരത യുദ്ധത്തിൽ കർണൻ വധിക്കപ്പെട്ടത് ചതിയിലൂടെയാണ്. കർണന്റെ രഥചക്രം ഒരു കുഴിയിൽ താഴ്ന്നു പോവുകയും കർണൻ അത് പുറത്തെടുക്കാൻ ശ്രമിക്കവെയുമാണ് അർജുനൻ കർണന് നേരെ അസ്ത്രം പ്രയോഗിക്കുന്നത്. കർണന്റെ രഥചക്രം താഴ്ന്നു പോയതിനുള്ള കാരണം തന്നെ മഹാഭാരതത്തിൽ പറയുന്നുണ്ട്. അർജുനപുത്രനായ അഭിമന്യു മരണസമയത്ത് വെള്ളം ചോദിക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് തൊട്ടടുത്ത വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ടായിരുന്നിട്ട് കൂടി കർണൻ അഭിമന്യുവിന് വെള്ളം കൊടുക്കാൻ തയ്യാറാകുന്നില്ല. സ്വന്തം സഹോദരപുത്രനാണെന്ന് അറിഞ്ഞിട്ടുകൂടി ദുര്യോധനനെ പേടിച്ചിട്ട് കർണൻ ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കാതിരിക്കുകയാണ് ചെയ്യുന്നത്. ഈ വെള്ളം കെട്ടിക്കിടന്നിരുന്ന സ്ഥലം പിന്നീട് ഒരു ചതുപ്പായി മാറുകയാണ്. ഈ ചതുപ്പിലാണ് കർണന്റെ രഥചക്രം താഴ്ന്നു പോകുന്നത്. അഭിമന്യുവിനെ കീഴ്പ്പെടുത്തുന്നതും ചതിയിലൂടെയാണ്. കൗരവപക്ഷത്തുള്ള എല്ലാ മഹായോദ്ധാക്കളോടും ഒറ്റയ്ക്ക് പൊരുതി നിൽക്കുന്ന അഭിമന്യുവിനെ തോൽപ്പിക്കുക എന്നത് അസാധ്യമാണെന്ന് മനസ്സിലാക്കിയ കർണൻ പിന്നിൽ നിന്നുമാണ് അഭിമന്യുവിന്റെ ധനുസിന്റെ ഞാൺ മുറിക്കുന്നത്. അഭിമന്യുവിനെ നിരായുധനാക്കുകയും രഥം തകർക്കുകയും ചെയ്തു. ഇതൊക്കെ ഇല്ലാതാക്കിയതിനു ശേഷമാണ് ദുര്യോധനാദികൾ 7 പേർ അഭിമന്യുവിനെ കൂട്ടം ചേർന്ന് ആക്രമിക്കുന്നത്. അതിലൊരാൾ കർണനായിരുന്നു. അഭിമന്യുവിനെ നിരായുധനാക്കിയത് കർണനാണ്. ഇതേ പ്രകാരം നിരായുധനായിരിക്കുന്ന അവസ്ഥയിൽ അഭിമന്യുവിന്റെ പിതാവായ അർജുനൻ കർണനെയും വധിക്കുന്നു. അർജുനന്റെ ഈ ഒരു പ്രവൃത്തി പൂർണ്ണമായും ചതി എന്ന് പറയാൻ കഴിയില്ല. യുദ്ധനിയമങ്ങൾ അനുസരിച്ച് താഴ്ന്നുപോയ രഥചക്രം ഉയർത്തേണ്ടത് ഒരിക്കലും കർണന്റെ കർത്തവ്യമായിരുന്നില്ല. അത് തേരാളിയോട് പറയാമായിരുന്നു. അല്ലെങ്കിൽ രഥം മാറ്റാം, മറ്റൊരു രഥം കൊണ്ടുവരാൻ പറയാം. അതുമല്ലെങ്കിൽ താഴെ നിന്നുകൊണ്ട് യുദ്ധം ചെയ്യാമായിരുന്നു. നിരായുധനെ വധിക്കരുത് എന്ന യുദ്ധനിയമം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആയുധം നഷ്ടപ്പെട്ടവനെ വധിക്കരുതെന്നാണ്. അഭിമന്യുവിനെ കർണൻ അടക്കമുള്ളവർ ചേർന്ന് വധിച്ചത് ഇപ്രകാരം ആയുധം നഷ്ടപ്പെട്ട ഒരവസ്ഥയിലായിരുന്നു. എന്നാൽ ഇവിടെ കർണന്റെ ആയുധം നഷ്ടപ്പെട്ടിട്ടില്ല. അദ്ദേഹം സ്വയമേ ആയുധം താഴെ വെച്ച് തന്റേതല്ലാത്തൊരു പ്രവൃത്തിയിൽ ഏർപ്പെടുകയായിരുന്നു. അത്യാവശ്യ സമയത്ത് നിന്റെ വിദ്യ നിനക്ക് ഉപകരിക്കാതെ പോകട്ടെ എന്ന പരശുരാമന്റെ ശാപമാവാം ഒരുപക്ഷെ കർണന്റെ ഈ അനുചിതമായ പ്രവൃത്തിക്ക് കാരണം.